السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات. ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളുകൾ വുളൂ ഷർത്താണ്. തവാഫിൽ മാത്രമേ വുളൂ നിർബന്ധമുള്ളൂ. നല്ല തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തവാഫിൻ്റെ പൂർണ്ണമായ രൂപമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയണം. അപ്പോൾ നമ്മുടെ മദ്ഹബിൽ തന്നെ, നമ്മളെ മദ്ഹബ് അനുസരിച്ചിട്ട് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ വുളൂ മുറിയല്ലോ. പക്ഷേ നമ്മുടെ മദ്ഹബിലൊരു അഭിപ്രായമുണ്ട്, തൊട്ടവൻ്റെതേ മുറിയൂ, ആരെയാണോ തൊട്ടത് അവരത് മുറിയൂല എന്നൊരഭിപ്രായമുണ്ട്. ഇമാം നവവി തങ്ങൾ യദാഹിലത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഹജ്ജിലായാലും ഹജ്ജല്ലാത്ത വീട്ടിലാണെങ്കിലും അപ്പോൾ തൊട്ട ആളതേ മുറിയുള്ളൂ, തൊടപ്പെട്ട ആളത് എന്താവില്ല, മുറിയൂല. അങ്ങനെ സ്വീകരിക്കേണ്ടി വരും. കാരണം അത്രയും തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ ആളെ തൊടാൻ പോകുന്നില്ല, വേറെ ആൾക്കാർ നമ്മളെ തൊടുകയാണ്. അപ്പോൾ സ്ത്രീ വന്നാണ്ട് പുരുഷനെയാണ് തൊട്ടതെങ്കിൽ പുരുഷൻ്റെ മുറിയില്ല. ഇനി പുരുഷൻ സ്ത്രീയാണ് തൊട്ടതെങ്കിൽ സ്ത്രീയുടേത് മുറിയില്ല. ഹനഫി മദ്ഹബ് പ്രകാരം രണ്ടുപേരത് മുറിയില്ല. അപ്പോൾ ഒന്നിരിക്കലും ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ട് പൊതുവെ ചെയ്യാം. ഹനഫി മദ്ഹബ് അനുസരിച്ച് പൊതുവെ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പൊതുവെ എടുക്കണമല്ലോ. അപ്പോൾ ഹനഫി മദ്ഹബിൽ തല 4ൽ ഒരു ഭാഗം തടവൽ നിർബന്ധമാണ്. നമ്മളത് കുറച്ച് തടവിയാലും മതി, ഒരു മുടി തടവിയാലും മതി. അപ്പോൾ ആ രീതിയിൽ, പൂർണ്ണമായ രീതിയിൽ വുളൂ എടുക്കണം എന്നൊരു നിബന്ധനയുണ്ട്. ഓക്കെ, ഇനി തവാഫിൻ്റെ പൂർണ്ണമായ രൂപം ഞാൻ പറയാണ്. പിന്നെ തവാഫ് പലതും ഉണ്ട്, നിങ്ങൾക്കറിയാം. സാധാരണ ഹജ്ജിനും ഉംറക്കൊന്നും വരാത്ത ഇഹ്റാം ചെയ്ത ആളുകൾ തവാഫ് ചെയ്യാൻ വേണ്ടി വരും. തഹിയ്യത്ത് നിസ്കാരത്തിന് പകരം തവാഫിന് പോകും. അപ്പോൾ പിന്നെ അവിടെ ഇഹ്റാമിൻ്റെ വേഷമൊന്നും ഉണ്ടാവില്ല, സാധാരണ വേഷത്തിലാണ് പോവുക, അല്ലേ? ഹജ്ജ് ഉംറക്കല്ലാത്ത രീതിയിൽ മസ്ജിദുൽ ഹറാമിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഫർദ് നിസ്കാരത്തിൻ്റെ സമയമോ റവാത്തിബ് സുന്നത്തിൻ്റെ സമയമൊന്നും അല്ലെങ്കിൽ ഈ തവാഫ് സുന്നത്താണ്. അപ്പോൾ അവർക്ക് പിന്നെ പ്രത്യേക വേഷങ്ങളൊന്നുമില്ല, അവർ സാധാ വേഷത്തിലായിരിക്കും ഉണ്ടാവുക. അവർക്ക് പ്രത്യേക നടത്തുമില്ല. സാധാരണ രീതിയിൽ തവാഫ് ചെയ്യാം, 7 പ്രാവശ്യം തവാഫ് ചെയ്യുക. പിന്നെ സായൊന്നുമില്ലല്ലോ, പിന്നെ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കും. സാധാ ആളുകളെ അവസ്ഥയെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലൊക്കെ താമസിക്കും, എല്ലാ ദിവസവും അറബക്ക് നിസ്കരിക്കാനൊക്കെ പോകില്ലേ, അപ്പോഴൊക്കെ തവാഫ് ചെയ്യുമല്ലോ. അപ്പോൾ തന്നെ സായൊന്നുമില്ലല്ലോ, സാധാ വേഷത്തിൽ നമ്മളൊന്ന് പോകുന്നു, പിന്നെ തവാഫ് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഒന്നുമില്ല. അതുപോലെ തന്നെ വിദായിൻ്റെ തവാഫുണ്ട്, വിടവാങ്ങൽ തവാഫ്. അവിടെ നമ്മൾ ഇഹ്റാമിലൊന്നും അല്ലല്ലോ, വിടവാങ്ങൽ തവാഫാണ്. ഇനി നമ്മളിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം പറയുന്നത് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ ഉംറക്കാണ് ആദ്യം പോകുന്നത്. ഉംറൻ്റെ തവാഫാണ് ചെയ്യുന്നത്. ഖുദൂമിൻ്റെ തവാഫ് അവിടെ ഉണ്ടാവില്ല. മക്കയിലേക്ക് പ്രവേശിച്ചവർക്കുള്ള തവാഫ് ഉംറക്ക് പോകുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. ഉംറൻ്റെ തവാഫാണ് ഉണ്ടാവുക. അപ്പോൾ ഖുദൂമിൻ്റെ തവാഫല്ല. ആ തവാഫിനെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ തവാഫും കൂടെ ഉണ്ടാവും. അതേതാ? നമ്മൾ റൂമിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മിനായിലേക്ക് പോയി, അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് വീണ്ടും മിനായിലേക്കെത്തി, അവിടെ അറവും ഏറും ഒക്കെ നടത്തി നേരെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇഫാദത്തിൻ്റെ തവാഫിന് വേണ്ടി വരും, അല്ലേ? മിക്കവാറും ദുൽഹിജ്ജ 10ൻ്റെ അന്ന് തന്നെ വരും. വേറെയുള്ള ദിവസം വരുന്നതിനും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം വേറെ തവാഫ് ഉണ്ടാവും. അത് ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള ഇഫാദത്തിൻ്റെ തവാഫിന് ശേഷം ഒരു സായി ഉണ്ടാകും, ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള സായി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ പറയാം. നമുക്ക് 2 തവാഫിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി ഇഷ്ടംപോലെ തവാഫുകൾ ചെയ്യും, അതിനെക്കുറിച്ചല്ല. ഈ 2 തവാഫുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നമ്മൾ ഉംറയ്ക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ തവാഫിനെ കുറിച്ചും,
ദുൽഹിജ്ജ 10-ൻ്റെ അന്ന് മീനായിൽ കല്ലേറ് നടത്തിയിട്ട് നമ്മളെന്ത് ചെയ്യും? അന്നോ അതിൻ്റെ പിറ്റേന്നൊക്കെ വീണ്ടും തവാഫ് ചെയ്യാൻ വേണ്ടി വരും. അത് ഹജ്ജിൻ്റെ തവാഫാണ്. അത് കഴിഞ്ഞിട്ടും ഒരു സായി ഉണ്ടാകും. നമ്മൾ നേരെ മക്കത്തേക്ക് ചെല്ലുമ്പോൾ ഉംറ ചെയ്ത് ഇറാൻ ചെയ്ത് പോകും, അപ്പോഴും ഒരു സായി ഉണ്ടാകും. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. നമ്മൾ തവാഫിന് ഉംറൻ്റെ ഇറാം ചെയ്തുകൊണ്ട് നമ്മൾ മക്കയിലേക്ക് എത്തുന്ന ആ സമയത്ത് നമ്മൾ തവാഫ് ചെയ്യും, ഉംറൻ്റെ ഭാഗമായിട്ടുള്ള തവാഫ്. അതിനുശേഷം ഒരു സായി ഉണ്ടാകും. ദുൽഹിജ്ജ 10-ൻ്റെ അന്ന് കല്ലേറും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും? വീണ്ടും മക്കയിലേക്ക് വന്നിട്ട് ഒരു തവാഫ് ചെയ്യും. അതിനുശേഷവും ഒരു സായി ഉണ്ടാകും. അത് ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള തവാഫും സായിയുമാണ്. നമ്മൾ ചെല്ലുമ്പോഴുള്ളതോ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മക്കയ്ക്ക് പോകുമ്പോഴുള്ളതോ ഉംറൻ്റെ ഭാഗമായിട്ടുള്ള തവാഫും സായിയുമാണ്. ഈ തവാഫിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ തവാഫിൽ എന്തുണ്ട്? റംല് എന്ന് പറയുന്ന ഒരു നടത്തുണ്ട്. വേഗത്തിൽ നടക്കുക ആദ്യത്തെ 3 പ്രാവശ്യം. പിന്നെന്തുണ്ട്? ഇൽത്തിബാഗ് എന്ന് പറയുന്ന ആ വേഷം ഉണ്ടല്ലോ, ഇൽത്തിബാഗ് എന്ന് പറയുന്ന വേഷം, അതായത് ഇങ്ങനെ വസ്ത്രം ഇടുന്ന ആ രീതി, ഈ ചുമൽ വെളിവാക്കിയിട്ട് വലത് കഷത്തിലൂടെ മുണ്ടിട്ടിട്ട് ഇടത് ചുമലിൽ എന്ത് ചെയ്യുക? ഈ പുരുഷന്മാർക്കട്ടെ ഇതൊക്കെ, ഈ വേഷം ധരിക്കലും വേഗത്തിൽ നടക്കുക എന്നുള്ളത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. ശരി, അല്ലാത്തവരെന്ത് ചെയ്യും? സാധാരണ രീതിയിൽ മുണ്ടൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ മുണ്ടാടുക, പ്രശ്നമൊന്നുമില്ല. ഈ 2 തവാഫിൽ സായി ശേഷം വരുന്ന, തവാഫിന് ശേഷം സായി വരുന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതേതിലാണ്? ഞാൻ പറഞ്ഞു, ഒന്ന് ഉംറൻ്റെ ഭാഗമായിട്ടുള്ള തവാഫ്, മറ്റൊന്ന് ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള തവാഫ്. അതിന് ശേഷം സായി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെന്ത് ചെയ്യുക? ഈ റംല് നടത്തവും ഇൽത്തിബാവും സുന്നത്താണ്. ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകമായ വേഷം ധരിക്കൽ. അപ്പോൾ ഞാൻ തവാഫിനെ കുറിച്ച് പറയാം. നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തവാഫ് പൂർത്തിയാക്കാൻ കഴിയും. അപ്പം നിങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞ ദിക്റൊക്കെ ചൊല്ലി എന്ത് ചെയ്തു? മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലി, ഹറമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്റും ചൊല്ലി, കഅബം കാണുമ്പോഴുള്ള ദിക്റും ചൊല്ലി, ഇനി നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് തവാഫിലേക്ക് പ്രവേശിക്കണം. ഇന്നലെ പറഞ്ഞ തവാഫിൻ്റെ ഷർത്തുകളാണ്: കഅബം ഇടതുവശത്തായിരിക്കണം, ഔറത്ത് മറക്കണം, അങ്ങനെ കുറേ നിബന്ധനകളാണ് പറഞ്ഞത്. തവാഫിൻ്റെ പൂർണ്ണമായ രൂപമാണ് പറയുന്നത്. ഉംറയ്ക്ക് വേണ്ടി ഞാൻ തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം, നിർബന്ധമല്ല കേട്ടോ. സാധാരണ ഉംറൻ്റെയും ഹജ്ജിൻ്റെയും ഭാഗമല്ലാത്ത വിധത്തിൽ തവാഫ് ചെയ്യുമ്പോഴാണ് നിയ്യത്ത് നിർബന്ധം. ഇത് നമ്മൾ നേരത്തെ എന്തായിട്ടുണ്ട്, ഉംറയ്ക്ക് നിയ്യത്ത് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവിടെ നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ തവാഫ് ആരംഭിക്കാം. കഅബം ഇടത് വശത്തായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ആദ്യം ഹജറുൽ അസ്വദിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സാധിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടുള്ളത് കഅബ ഇടത് വശത്താകുക എന്നുള്ളതാണ്. അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ ആയിക്കൂടിയും ഹജറുൽ അസ്വദിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഒന്ന് ആംഗ്യം കാണിക്കുക. ഹജറുൽ അസ്വദിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മളിങ്ങനെ തവാഫ് ചെയ്യാൻ വേണ്ടി ആരംഭിക്കില്ല, അവിടെ കൈകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചിട്ട് ഒരു ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ഞാൻ സുന്നത്തായ രീതിയും കൂടിയാണ് പറയുന്നത്. എന്ത് ചെയ്യുക? സ്ത്രീകൾ ശ്രദ്ധിക്കണം കേട്ടോ. കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോഴൊക്കെ ഈ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു പ്രത്യേകമായ ദിക്ർ ചൊല്ലാനുണ്ട്. ആ ദിക്ർ കൈ ഒരുപാട് സുന്നത്തുണ്ട്. തൽക്കാലം അപ്പം നമുക്ക് ഹജറുൽ അസ്വദ് ചുംബിക്കാനൊന്നും കഴിയില്ല. പുരുഷന്മാർക്ക് കഅബൻ്റെ അടുത്തുകൂടെ തവാഫ് ചെയ്യലാണ് നല്ലത്. സ്ത്രീകൾക്ക് മത്വാഫിൽ നിന്ന് കുറച്ച് അകലെ, കുറച്ച് ദൂരത്തുകൂടെ തവാഫ് ചെയ്യലാണ് നല്ലത്. കാരണം പുരുഷന്മാരുമായിട്ട് കൂടിക്കലരാതിക്കാൻ വേണ്ടി. അപ്പോൾ തവാഫ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ചെരുപ്പ് ഊരിയിട്ടുണ്ടാവും, നമ്മൾ ചെരുപ്പില്ലാതെ ആണ് തവാഫ് ചെയ്യേണ്ടത്. പിന്നെ തവാഫ് ആരംഭിക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിപ്പോൾ അറബിയിലൊന്നും ചെല്ലാൻ കിട്ടണമെന്നില്ല സാധാരണക്കാർക്ക്.
അപ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എല്ലാവർക്കും കിട്ടുമല്ലോ. അള്ളാഹുവേ എന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ട് എൻ്റെ കിതാബിലും ഖുർആനിലും വിശ്വസിച്ചിട്ട് എന്നോടുള്ള കരാറ് പൂർത്തിയാക്കാൻ വേണ്ടി മുത്തുനബിൻ്റെ സുന്നത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ചെയ്യാണ്. ഈ കാണുന്ന ദിക്റുകൾ ഒരുപാടുണ്ടാകും. തവാഫിൽ ചെല്ലേണ്ട ദിക്റുകളെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കിതാബുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇതെല്ലാം കൂടെ ഒന്നും ചെല്ലാൻ കഴിയില്ല. കാബൻ്റെ അറബിയിലും ചെല്ലാൻ കഴിയില്ല. അപ്പം മലയാളത്തിൽ ചെല്ലിയാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബി കിതാബിക വഫാഅൻ ബി അഹദിക വത്തിബാഅ സുന്നത്തി നബിക സല്ലല്ലാഹു അലൈഹി വസല്ലം. മൊത്തം അർത്ഥം എന്താ? അല്ലാഹുവേ എന്നെക്കൊണ്ട് ഈമാൻ ചെയ്തുകൊണ്ട് എൻ്റെ കിതാബിൽ വിശ്വസിച്ചിട്ട് മുത്തുനബിൻ്റെ സുന്നത്ത് പിൻപറ്റാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യണത്. അത്രേ ഉള്ളൂ. എന്നിൽ വിശ്വസിച്ചുകൊണ്ടും എൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിച്ചിട്ടും മുത്തുനബിൻ്റെ സുന്നത്ത് പിൻപറ്റാൻ വേണ്ടി ഞാൻ തവാഫ് ചെയ്യാണ്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം. അങ്ങനെ മനസ്സിൽ പറയാൻ അത്ര നാവുകൊണ്ട് പറയാൻ ഉറക്കമൊന്നും പറയണ്ട. പറയൽ അത്ര പ്രയാസമൊന്നുമില്ലല്ലോ. പിന്നെന്ത് ചെയ്യുക? അങ്ങനെ തവാഫ് ഇങ്ങനെ തുടങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ ഈ ഹജറുൽ അസ്വദ് തൊട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടൊന്ന് തിരിഞ്ഞിട്ട് ഇങ്ങനെ പറയാം, ബിസ്മില്ലാ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബി കിതാബിക വഫാഅൻ ബി അഹദിക എന്ന് കൈയാട്ടിയാണ് ഇങ്ങനെ പറഞ്ഞാൽ മതി. നേരെ തൊട്ട് ചുംബിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഹജറുൽ അസ്വദ് നേരെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ബിസ്മില്ലാ അല്ലാഹു അക്ബർ, ബിസ്മില്ലാ അല്ലാഹു അക്ബർ. അത് എല്ലാ പ്രാവശ്യവും വേണ്ട. 7 പ്രാവശ്യവും ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് എത്തുമ്പോൾ അങ്ങനെ ചെയ്യണം. അത് നമുക്ക് പറയാം. പിന്നെ നേരെ കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വാതിലെത്തുക. എന്നടുത്ത ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഹജറുൽ അസ്വദ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വാതിലാണ്. വാതിലെത്തുമ്പോൾ അല്ലാഹുമ്മൽ ബൈത്തു ബൈത്തുക വൽ ഹറമുക വൽ അമ്മുക വഹദാ മഖാമുൽ ആയിദ് ബിക മിനന്നാർ എന്ന ദിക്റൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അല്ലാഹു ഇത് എൻ്റെ ഭവനാണ്, ഇത് എൻ്റെ ഹറമാണ്, ഇത് എൻ്റെ കാവലാണ്, ഇത് എൻ്റെ കാവൽ നൽകുന്ന സ്ഥലമാണത്. പടച്ചോനെ അതുകൊണ്ട് നരകത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ എന്ന് പറയാം. അപ്പോൾ ചുരുക്കത്തിൽ പടച്ചോനെ എൻ്റെ കാബത്തുങ്കലും വാതിൽക്കലും എൻ്റെ ഹറമുലയാണ് നിൽക്കുന്നത്, നരകത്ത് നിന്ന് കാക്കണേ എന്ന് എന്ത് ചെയ്യുക? വാതിൽക്കലെത്തുമ്പോൾ പറയാം. അത് മലയാളത്തിൽ പറഞ്ഞൂടെ? അത് എഴുതി വെച്ചാൽ മതിയല്ലോ. പിന്നെന്ത് ചെയ്യുക? അത് കഴിഞ്ഞാൽ പിന്നെ കാബൻ്റെ ഒരു തൂണ് റുക്കുന് ഇറാഖി എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത തൂണ് ഇറാഖി തൂണാണ്. ഹജറുൽ അസ്വദിൻ്റെ തൂണ് 1 കിഴക്ക് തെക്ക് ഭാഗത്തുള്ള ഹജറുൽ അസ്വദിൻ്റെ ആ മൂല, തൂണ് എന്ന് പറഞ്ഞാൽ മൂല എന്നാട്ടോ, തൂണ് നല്ല മൂല. അത് കിഴക്ക് തെക്ക് ഭാഗത്താണ് ഹജറുൽ അസ്വദ്. പിന്നെ നമ്മളിങ്ങനെ പോയാൽ അടുത്ത ഇറാഖിൻ്റെ ഭാഗത്തേക്കുള്ള മൂലയാണുള്ളത്. അവിടെ എത്തുമ്പോൾ പറയാം, പടച്ചോനെ ശിർക്ക്, കുഫ്ർ, കാപട്യം, മോശപ്പെട്ട സ്വഭാവം അതിനെ തൊട്ടക്കന്നെ കാക്കണേ റബ്ബേ. എൻ്റെ കുടുംബത്തിലും സമ്പത്തിലും മക്കളിലൊക്കെ നല്ല കാഴ്ച തരണേ പടച്ചോനെ എന്ന് പറയാം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിന ശിർക്കി വശക്കി വൽ കുഫ്രി വൻ നിഫാഖി വശിഖാഖി വസൂഇൽ അഖ്ലാഖി വസൂഇൽ മൻദരി ഫിൽ അഹ്ലി വൽ മാലി വൽ വലദി. ഇപ്പം തന്നെ പഠിച്ചു വെച്ചാൽ ആ അറബി തന്നെ പറഞ്ഞാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തൊക്കെ ചെയ്ത ദുആകളാണതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകത ഉണ്ട്. പടച്ചോനെ ശിർക്ക്, അതുപോലെ തന്നെ സംശയം, കുഫ്ർ, ഇതിനൊക്കെ കാക്കണേ പടച്ചോനെ. അതുപോലെ തന്നെ കേടുവരുന്നതിനെ തൊട്ട്, അതുപോലെ ഈമാൻ പഴച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ റബ്ബേ. മോശം സ്വഭാവം, അതുപോലെ വസൂഇൽ മൻദരി ഫിൽ അഹ്ലി വൽ മാലി വൽ വലദി. മക്കളും സമ്പത്തും കുടുംബവും അവരിലൊക്കെ നല്ലൊരവസ്ഥ നിലനിർത്തി തരണേ പടച്ചോനെ. അവരൊന്നിന് മോശത്തിലേക്ക് എത്തിക്കരുതേ എന്ന് പടച്ചോനോട് ദ്വാരിക്കുക. എവിടെ നിന്ന്? നമ്മുടെ ഹജറുൽ അസ്വദ് കഴിഞ്ഞു, വാതിൽ കഴിഞ്ഞു, പിന്നെ അടുത്ത മൂല ഇറാഖി മൂല എന്നതിന് പറയാം. ഇറാഖിൻ്റെ ഭാഗത്തേക്കുള്ള കാബൻ്റെ മൂലത്തിന് ദ്വാരിക്കുക. പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ചിത്രം നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ എത്തും സ്വർണ്ണപ്പാത്തി ഇങ്ങനെ കാണാം കാബൻ്റെ മേലെ. ഇങ്ങനെ ആ സ്വർണ്ണപ്പാത്തി എത്തുമ്പോൾ പറയാം, അല്ലാഹുവേ എൻ്റെ നേല് തരണേ റബ്ബേ, എൻ്റെ അർശിൻ്റെ നേല് തരണേ റബ്ബേ, മുത്തുനബിൻ്റെ ആദുൽ കൗസർ ഒന്ന് കുടിപ്പിക്കണേ പടച്ചോനെ. അങ്ങനെ ദ്വാരിക്കുക. അറബിയിൽ ഇങ്ങനെയാണ്. അല്ലാഹുമ്മ അളില്ലനി ഫീ ദില്ലിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക അല്ലാഹുമ്മ അസ്ഖിനി ബികഅസി നബിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശറാബൻ ഹനീഅൻ ലാ അദ്മഉ ബഅദഹു അബദൻ യാ നജലക. മലയാളത്തിൽ പറഞ്ഞാൽ ആ കാബൻ്റെ പാത്തിൻ്റെ അടുത്ത് ദുആക്ക് ഇജാബത്തുള്ള 15 സ്ഥലങ്ങളുണ്ട്. ഹസനുൽ ബസ്രി ഇമാം പ്രത്യേകം എഴുതി അറിയിച്ച ഒരു 15 സ്ഥലങ്ങളുണ്ട് ഉത്തരം കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നില്ല. പിന്നെന്ത് ചെയ്യുക? പിന്നെ കാബൻ്റെ ഭാഗത്ത് കഴിഞ്ഞാൽ അടുത്ത മൂലത്തും. ആ അടുത്ത മൂലൻ്റെ പേര് ഷാമി എന്നാണ്. 3ാമത്തെ മൂല ഹജറുൽ അസ്വദിൻ്റെ മൂല, റുക്നി ഇറാഖി. അത് കഴിഞ്ഞാൽ പിന്നെ കാബൻ്റെ പാത്തി. അത് കഴിഞ്ഞാൽ ഷാമിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന ആ മൂലുണ്ട്. ഷാം എന്ന് പറഞ്ഞാൽ സിറിയ. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക? അല്ലാഹുമ്മ ജഅൽഹാ ഉംറത്തൻ മബ്റൂറ വസംബൻ മഗ്ഫൂറ വസഅയ്യ മഷ്കൂറ വതിജാറത്തൻ ലം തബൂർ യാ അസീസ് യാ ഗഫാർ. നിങ്ങളുടെ കയ്യിലുണ്ടാവുക കിതാബൊക്കെ. അതിൻ്റെ അർത്ഥം ഇതാണ്.
പടച്ചോനെ എൻ്റെ ഈ ഹജ്ജും ഉംറയും സ്വീകരിക്കണേ പടച്ചോനെ, എൻ്റെ പാപങ്ങളൊക്കെ പുറത്തിറണേ അല്ലാഹുവേ, എൻ്റെ ഈ അമല് നീ വലിയ പ്രതിഫലമുള്ള അമലാക്കണേ റബ്ബേ, ഇത് ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാക്കണേ റബ്ബേ. ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ലക്ഷക്കണക്കിന് റുപ്യ കൊടുത്ത കച്ചവടം ഉണ്ടല്ലോ, ഇതൊരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാക്കണേ പടച്ചോനെ എന്ന് ദ്വാരക്കുക. അപ്പോൾ ഈ നടത്തത്തിലൊക്കെ റംല് നടത്താണ് കേട്ടോ. ആദ്യത്തെ 3 പ്രാവശ്യം റംല് നടത്താണ് നടത്തുക. അതായത് കാലടികൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. ഒരു കാര്യം പറയും, ഇതൊന്നും ഇപ്പോൾ അവിടെ നടക്കണമെന്നില്ല, ഇതൊന്നും അവിടെ നടക്കണമെന്നില്ല. കുറച്ചുകൂടിയൊക്കെ അകലത്തിലൂടെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നടക്കും. മത്താഫ് എന്ന് കുറച്ചിങ്ങനെ ആളുകൾ തിരക്കൊന്നുമില്ലാതെ കുറേ ദൂരത്തൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഹജ്ജിൻ്റെ വേളയിലൊന്നും നടക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ സുന്നത്താണ്. ഒരു ദിക്റും നിർബന്ധമല്ല തവാഫിലാണെങ്കിലും, ഒരു ദിക്റും നിർബന്ധമല്ല. ഈ നടത്തവും നിർബന്ധമല്ല. ഈ വേഷം ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വേഷം ഇപ്പോൾ തവാഫിലും സായിലൊക്കെ സുന്നത്താണ്. ഇപ്പോൾ നമ്മൾ ഈ വേഷം ഉണ്ടല്ലോ, ഈ വേഷം സായിലും തവാഫിലും, സായി ചെയ്യൂലേ തവാഫ് ചെയ്യൂലേ, അവിടെയൊക്കെ സുന്നത്താണ്. ഈ റംല് നടത്തുക എന്നുള്ളത്, അതുപോലെ തന്നെ ഈ സ്പീഡാക്കി നടക്കുക എന്നുള്ളത് എവിടെ സുന്നത്താണ്? ഈ തവാഫിലും സുന്നത്താണ്, സായിലും സുന്നത്താണ്. സായിൽ മുഴുവനല്ല, ആദ്യത്തെ സായിൽ. അപ്പോൾ അവിടെ സായി ചെയ്യുന്നിടത്ത് നമുക്കൊന്ന് പെട്ടെന്ന് ഓടാൻ കഴിയും. അത് സ്ത്രീകൾക്കില്ല, പുരുഷന്മാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ റുക്കിന് ഷാമി കഴിഞ്ഞില്ലേ, ഇപ്പം ഹജറുൽ അസ്വദിൻ്റെ മൂല കഴിഞ്ഞു, റുക്കിന് ഇറാഖി മറ്റേ മൂല കഴിഞ്ഞു, കാബൻ്റെ പാത്തി കഴിഞ്ഞു, പിന്നെ റുക്കിന് ഷാമി കഴിഞ്ഞു. ഇനി അടുത്ത മൂല ഏതാ? റുക്കിന് യമാനി. ഈ 2 മൂലയിലാണ്. ഒരു മൂലയിൽ ഹജറുൽ അസ്വദ്, മറ്റേ മൂല റുക്കിന് യമാനിയാണ്. അവിടെ എത്തുമ്പോൾ കയ്യോട് അങ്ങനെ ഒന്ന് ചുംബിക്കൽ സുന്നത്താണ്. റുക്കിന് യമാനി, യമൻ്റെ ഭാഗത്തേക്കുള്ള, നമ്മുടെ നാട്ടിലേക്കൊക്കെ ഉള്ള ആ മൂല, നമ്മുടെ നാട്ടിലേക്കൊക്കെ തിരിച്ച് നിൽക്കുന്ന ആ മൂല ഉണ്ടല്ലോ, യമൻ്റെ ഭാഗത്തേക്കുള്ള ആ മൂലെത്തുമ്പോൾ എന്തിനൊന്ന് കൈകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചിട്ടൊന്ന് ചുംബിക്കൽ സുന്നത്താണ്. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക, റുക്കിന് ഷാമിയിൽ ഇങ്ങനെ ദ്വാരിക്കുക. റബ്ബി ഗഫിർ വറഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അൻതൽ അഅസുൽ അക്രം അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇപ്പോൾ 4ാമത്തെ മൂല ഇട്ടത് ഹജറുൽ അസ്വദിൻ്റെ മൂല കഴിഞ്ഞു, ഇറാഖി കഴിഞ്ഞു, ഷാമി കഴിഞ്ഞു, യമാനി. യമാനി എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദിൻ്റെ ആ ഭാഗത്തുള്ള മൂല. ഒരു ഭാഗത്ത് ഹജറുൽ അസ്വദും മറ്റേ ഭാഗത്ത് യമാനിയാണ്. അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ആ മൂലക്ക് ഒരു മൂലക്കുമേൽ പ്രത്യേക അടയാളം ഉണ്ടാവും, ഒരു സ്വർണ്ണത്തിൻ്റെ കളറുണ്ടാവും. റുക്നി യമാനിൻ്റെ അടുത്തേ ആ മൂലമേൽ എന്തുണ്ടാവും, ഒരു സ്വർണ്ണത്തിൻ്റെ കളറുണ്ടാവും. അപ്പോൾ അല്ലാഹുമ്മ റബ്ബി ഗഫിർ വറഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അൻതൽ അഅസുൽ അക്രം. അല്ലാഹുവേ പുറത്തിറങ്ങേ റബ്ബേ, എൻ്റെ പാപങ്ങളൊക്കെ വിട്ടുതരണേ റബ്ബേ, നീ വലിയ മഹത്വവും പ്രതാപവും ഉള്ളവനാണല്ലോ പഠിച്ചവനെ. ദുനിയാവിന് ഹസനത്ത് തരണം, ആഖിറത്തിന് ഹസനത്ത് തരണം ദ്വാരിക്കുക. പിന്നെ ഈ ദിക്ർ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതലാണ് നല്ലത്. യാസീനോ മറ്റ് ദിക്റുകളോ ദുആയൊക്കെ ചെല്ലുക. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്തെങ്കിലുമൊക്കെ ദിക്ർ ചെല്ലുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ 1-ാം ചുറ്റിൽ 2-ാം ചുറ്റിൽ 3-ാം ചുറ്റിൽ പറഞ്ഞാണ്ട് കിതാബിലുണ്ടാകുക, അങ്ങനെ ഹദീസിൽ ബന്ധമൊന്നുമില്ല, ഏതോ പണ്ഡിതന്മാർ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് അർത്ഥവും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ നല്ലത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. പഠിച്ചവനോട് പറയാനുള്ളതൊക്കെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് 7 വട്ടം പൂർത്തിയാക്കുക, ശ്രദ്ധിക്കുക. അപ്പം ഈ 7 പ്രാവശ്യത്തിൽ അടുത്ത ഭാഗം കാബൻ്റെ ഭാഗത്തേക്കാക്കിയിട്ടാണ് ഇത് വരക്കേണ്ടത്. ഈ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് കൈകൊണ്ട് റുക്കുൽ യമാനിൻ്റെ അടുത്ത് എത്തുമ്പോഴും കൈകൊണ്ട് നാങ്ങിയും കാണിക്കുക. പിന്നെ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് എത്തുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബികിതാബിക വഫാഅൻ ബിഅഹദിക വത്തിബഅൻ ലിസുന്നത്തി നബിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്ർ ചൊല്ലുക സുന്നത്താണ്. 7 പ്രാവശ്യം പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ 3 പ്രാവശ്യമാണ് റംല് നടത്താൻ പാടേണ്ടത്. കാരണം അതിന് ശേഷം തവാഫ് സായി ഉണ്ട്. ശേഷം സായി ഉണ്ടെങ്കിൽ മാത്രമേ റംല് നടത്താൻ ആവശ്യമുള്ളൂ. ഈ തവാഫ് കഴിഞ്ഞിട്ട് സായി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്പീഡാക്കിയിട്ടുള്ള ചാടിച്ചാടിയിട്ടുള്ള നടത്തം സുന്നത്തുള്ളൂ. പിന്നെ ഇൽത്തിബാവും ഈ റംല് നടത്തുള്ള ആ തവാഫിൽ മാത്രമേ ഈ പ്രത്യേക വേഷമുള്ളൂ. അങ്ങനെ റംല് നടത്തുള്ള തവാഫില്ലേ, ആ തവാഫിൽ മാത്രമേ എന്താക്കേണ്ടിയുള്ളൂ, ഈ പ്രത്യേകമായ വേഷം ധരിക്കേണ്ടതുള്ളൂ. അത് പിന്നെ മുഴുവൻ ധരിക്കണം, സായിലും തവാഫിലും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. തവാഫിന് ശേഷമുള്ള അവിടെ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് ശരിക്കും തന്നെ ധരിക്കുക. തലയിലിടരുതിട്ടോ. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ തലയിലിട്ടായിട്ട് ഇങ്ങനെ എന്താവും ശീലമായിട്ടുണ്ട്. അങ്ങനെ തലയിലൊന്നും ധരിക്കാൻ പാടില്ലേ, ഫിദ കൊടുക്കേണ്ടി വരും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. പുരുഷന്മാരെ കാര്യമാണ് ഈ പറയുന്നത്.
പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കും എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിലായാലും മതി, അല്ലെങ്കിലും കുഴപ്പമില്ല. ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളെന്ത് ചെയ്യുന്നു, സായിലേക്ക് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സംസം വെള്ളം കുടിക്കൽ സുന്നത്താണ്. തവാഫ് കഴിഞ്ഞിട്ടേ സംസം വെള്ളം കുടിക്കൽ സുന്നത്താണ്. സംസം വെള്ളം കള്ളർച്ച് കുടിച്ചാൽ പിന്നെ തവാഫ് സായി പൂർത്തിയാണതിന് മുമ്പ് എന്ത് ചെയ്യും, മൂത്രമൊഴിക്കേണ്ടി വരും. അപ്പം പിന്നെ ബാക്കി പിന്നെ കുടിക്കാം, ബർക്കത്തിന് കുറച്ച് കുടിച്ചാൽ മതി. റസൂലുള്ളാഹിൻ്റെ സുന്നത്തൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് നല്ല നീയത്തൊക്കെ വെച്ചിട്ട് സംസം വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സായിലേക്ക് പോവുകയാണ്. ഈ തവാഫിനിടയിൽ വല്ല വുളുവൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വുളു ഉണ്ടാക്കാനുള്ള സൗകര്യം അപ്പുറത്തുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, പുറത്ത്. ഇനി മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് ബാക്കി പൂർത്തിയാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ആദ്യം മുതൽ തന്നെ വേണ്ട. 7 ആയിക്കണമെന്ന് സംശയം ഉണ്ടെങ്കിൽ 7 ആകുന്നത് വരെ ചെയ്യാം. അപ്പോൾ പ്രത്യേക അടയാളമൊക്കെ പെടുത്തിയിട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പം നമ്പറൊക്കെ എന്താവും, പേച്ചു പോകും. 6 ആയോ 7 ആയോ 4 ആയോ 3 ആയോ എന്നാണ് സംശയമെങ്കിൽ 3 കൂട്ടുക. 6 7 ആയത് എന്തായാലും സംശയം ഉണ്ടാവും. എനിക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഒരു വട്ടം കൂടിയാണ് കറങ്ങലാണ്, എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ റംലിനർത്ഥം അതൊക്കെ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും, പ്രശ്നമല്ല. നിയ്യത്ത് ഉംറ ചെയ്യുന്ന ആൾക്കും ഹജ്ജ് ചെയ്യുന്ന ആൾക്കും നിയ്യത്ത് നിർബന്ധമില്ല. നിയ്യത്ത് മറന്നുപോയല്ലോ എന്ന് ബേജാറാകണ്ട. കാരണം ഹജ്ജിൻ്റെ നിയ്യത്തിലും ഉംറൻ്റെ നിയ്യത്തിലും തവാഫ് പെട്ടിട്ടുണ്ട്. അപ്പോൾ സുന്നത്തേ ഉള്ളൂ, അതും ശ്രദ്ധിക്കുക. ആളുകൾക്കൊക്കെ വല്ലാതെ സംശയം വരുന്നതാണ്. ഈ ഇൽത്തിബായി പ്രത്യേക വേഷം ധരിക്കൽ, നടക്കൽ, അതും പ്രത്യേകമായ രീതിയിലാണ് നടത്തും, അത് നിർബന്ധമില്ല. ഇനി ഒരാൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതിയിട്ട് ബാക്കിയുള്ള തവാഫിൽ ചെയ്യും വേണ്ട. ആദ്യത്തെ 3 പ്രാവശ്യത്തിലാണല്ലോ റംലിനടുത്തുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ ഇനി ബാക്കിയുള്ളതിലേ ചെയ്യണോ, വേണ്ട, അതൊന്നും വേണ്ട. റംലിനടുത്തൊന്നും ഈ തിരക്കിനിടയിൽ നടക്കൂല. ആളുകൾക്ക് ബുദ്ധിമുട്ടാകും, ആളുകൾക്ക് തിരക്കുണ്ടാവും, പ്രയാസം ഉണ്ടാവും. അപ്പോൾ ദൂരത്തൂടെ ആണെങ്കിൽ കഴിയും, അല്ലെങ്കിൽ പള്ളീൻ്റെ മുകളിലൂടെയുള്ള മസ്അലാണെങ്കിൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഈ വുളു മുറിയുന്നതിന് ഇങ്ങോട്ട് തൊട്ടാൽ വുളു മുറിയില്ല എന്നുള്ള ഷാഫി മദ്ഹബിലെ, നമ്മൾ ഇങ്ങോട്ട് തൊട്ടൊക്കെയാണെങ്കിൽ നമ്മൾ വുളു മുറിയില്ല എന്നുള്ള ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മളെ വീട്ടിൽ നിന്നോ ഓഫിന്നോ സായിന്നോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഹനഫി മദ്ഹബ് പ്രകാരം ഭാര്യേനെ നല്ല വേറെ ഏത് സ്ത്രീകളെ തൊട്ടാലും വുളു മുറിയില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ചും പ്രവർത്തിക്കാവുന്നതാണ്. അതിനൊന്നൊരു കുഴപ്പമില്ല. 4 മദ്ഹബും സത്യമാണ്. പക്ഷേ അവർ പറയുന്നതനുസരിച്ച് വുളു ഉണ്ടാക്കണം എന്നുള്ള കാര്യമാണുള്ളത്. അവരെ മദ്ഹബിൽ, ഹനഫി മദ്ഹബിലും തലൻ്റെ 4 ഭാഗം തടവിയിരിക്കണം. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായ രീതിയിൽ ഒതുണ്ടാക്കുക, കൈകാലൊക്കെ തേച്ചിട്ടുള്ള ഒതുണ്ടാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തവാഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദിക്ർ ദുആകൾ അറബി തന്നെ കഷ്ടപ്പെട്ട് ഇറങ്ങിയാൽ തന്നെ വേണ്ട, അത് മലയാളത്തിൽ ദുആയിരുന്നാൽ മതി. പക്ഷേ ഈ അറബിയിൽ വന്ന ദുആ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മലയാളം മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ വളരെ നന്നാവും. അത് എഴുതി തയ്യാറാക്കി പോയാൽ അറബി എഴുതുക, അറബിൻ്റെ താഴെ മലയാളം എഴുതുക. പിന്നെ ഓരോ വട്ടത്തിലും ചെല്ലേണ്ട ദിക്ർ എന്ന് പറഞ്ഞായിട്ട് ചെല്ലുന്ന ഹദീസുകൾ വന്ന ദിക്റൊന്നും അല്ല, ഹദീസുകൾ വന്നിട്ടൊന്നുമില്ല. ഓരോ വട്ടത്തിലും ചെല്ലേണ്ട ഒരു പേജൊക്കെ ഉള്ള ദുആൻ്റെ ദിക്റുണ്ട്, അതന്നെ ചെല്ലണമെന്നൊന്നുമില്ല. അത് ഹദീസിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനേക്കാൾ ഉത്തമം ഏതാണ്? ഖുർആൻ ഓതലും മറ്റൊക്കെയാണ്. യാസീനോ ഖത്തം തീർക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ, പടച്ചോൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ, സ്വർഗം കിട്ടുന്ന വിധത്തിൽ ആ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിൽ, അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മോട് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും കുടുംബത്തിലും നമ്മളെല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആപത്ത് മുസീബത്തുകൾ മക്കളിലും കുടുംബത്തിലും ജോലിയിലും ആപത്ത് മുസീബത്തുകൾ വരുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിയുടെ ഹൗദുൽ കൗസർ നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹീങ്ങളും സജ്ജനങ്ങളിലും നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു തആല നമ്മൾ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. ശാരീരികവും മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. മരണസമയം വരെ, അവസാന നിമിഷം വരെ ബുദ്ധിയും ശരീരത്തിൻ്റെ എല്ലാ ശേഷികളെയും റഹമുറാഹിമായ റബ്ബ് നമുക്ക് നിലനിർത്തി തരട്ടെ. മരിക്കുന്ന സമയം വരെ പരിശുദ്ധ ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും നിസ്കരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാത്രക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ, മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.